ഇന്ന് കോടതി ജാമ്യം കൊടുത്തത് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം ശരിയായ ഒരു നടപടിയല്ല. ബഹുമാനപ്പെട്ട ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ഈ കുട്ടികളുടെ ജാമ്യം തള്ളി. അതിനുശേഷം അവര് കോഴിക്കോട് ജില്ലാ കോടതിയിൽ അപ്പീൽ കൊടുത്തു. ജില്ലാ കോടതി അവരുടെ ജാമ്യാപേക്ഷ തള്ളി. അതിനുശേഷം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷയുമായി ചെന്നു. ഹൈക്കോടതി അവർക്ക് ഒരു കാരണവശാലും ഇപ്പൊ ജാമ്യം കൊടുക്കരുത് എന്ന് കണ്ടെത്തി അവർക്കെതിരെ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. സിറ്റുവേഷൻ അനുകൂലമല്ല എന്നുള്ള രീതിയിലാണ് അന്ന് ഹൈക്കോടതി അവരുടെ ജാമ്യം തള്ളിയത്. കാരണം ഈ കുട്ടികൾ ഒരു സാധാരണ കുറ്റമല്ല ചെയ്തത്, ഒരു ഹീന കുറ്റകൃത്യമാണ് അവർ ചെയ്തത്. നിയമത്തില് പെറ്റി കേസുകൾ, അതുപോലെ തന്നെ സീരിയസ് കേസ്, ഹെയ്നസ് കേസ് എന്ന് 3 കാറ്റഗറൈസ് ചെയ്തിട്ടാണ് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കുട്ടികൾ ചെയ്യുന്ന തെറ്റുകളെ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. അതിൽ ഹീനസ് ആയ കുറ്റകൃത്യം ചെയ്ത കുട്ടികൾക്ക് ജാമ്യം നൽകുന്നത് നിഷേധിച്ച് നിർഭയ കേസിലെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിയുള്ളതാണ്. അത് പ്രകാരം ഇത്തരം കുട്ടികളെ സാധാരണ ഒരു കുറ്റം ചെയ്ത കുട്ടികളുടെ പരിഗണനയിൽ പെടുത്തരുത് എന്നാണ് സുപ്രീം കോടതി നിരീക്ഷിച്ചിട്ടുള്ളത്. ഇത്തരം കുട്ടികളെ ഒബ്സർവേഷൻ സെന്ററിൽ വെച്ചുകൊണ്ട് തന്നെ വിചാരണ ചെയ്ത് അവർ കുറ്റക്കാരാണോ അല്ലയോ എന്ന് തെളിയിച്ചതിന് ശേഷം മാത്രമേ പുറത്തു വിടാൻ പാടുള്ളൂ എന്നുള്ള രീതിയിലാണ് നിയമം അനുശാസിക്കുന്നത്. ഇന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ കണ്ടെത്തല് തികച്ചും ജുവനൈൽ ജസ്റ്റിസ് ആക്ടിന് വിരുദ്ധമായിട്ടാണ്. ചെയ്യാൻ പാടില്ലാത്ത ഒരു സംഗതിയാണ് ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് എന്നാണ് പറയാനുള്ളത്. സാർ, ഇപ്പോൾ കോടതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം, നിലവിൽ വിദ്യാർത്ഥികൾ ഒബ്സർവേഷൻ ഹോമിൽ കഴിയുന്നത് ബാലനീതി നിയമത്തിനെതിരെ എന്നാണല്ലോ. അതെ, അങ്ങനെ ആവുമ്പോൾ ഈ ഒബ്സർവേഷൻ ഹോമുകളെ ഉണ്ടാവാൻ പാടില്ലല്ലോ എന്നല്ലേ അതിന്റെ അർത്ഥം? ഈ ഒബ്സർവേഷൻ ഹോം എന്ന് പറഞ്ഞാൽ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഘടകമാണ്. ഈ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കുറ്റം ചെയ്ത കുട്ടികളുടെ ഗാർഡിയൻ, അവരുടെ സംരക്ഷണം ജുവനൈൽ ജസ്റ്റിസ് ബോർഡിനാണ്. ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ അണ്ടറിലുള്ള ഒബ്സർവേഷൻ സെന്ററിൽ ഇത്തരം കുട്ടികൾ സുരക്ഷിതമായിരിക്കും എന്നുള്ളതാണ്. പുറത്തുള്ള കുട്ടികളും കുറ്റം ചെയ്ത കുട്ടികളും ഒക്കെ പ്രൊട്ടക്ഷൻ, അവർക്ക് സംരക്ഷണം നൽകുക എന്നുള്ളതാണ് ജുവനൈൽ ജസ്റ്റിസ് ആക്ടിന്റെ പ്രത്യേകത. ഈ ആക്ട് പ്രകാരം കുട്ടിക്ക് ജീവന് ഭീഷണി ഉണ്ടെങ്കിൽ പുറത്തേക്ക് വിട്ടുകഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് വല്ലതും സംഭവിക്കുമെന്നുള്ള ഒരു ഭയം ബഹുമാനപ്പെട്ട പ്രോസിക്യൂട്ടർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ വിശദീകരിച്ചതാണ്. അപ്പോ ഈ കുട്ടികളുടെ സുരക്ഷ നൽകുക എന്നുള്ളതാണ് ജുവനൈൽ ജസ്റ്റിസ് ആക്ടിൽ പറയുന്നത്. അത് അവരെ ഒബ്സർവേഷൻ സെന്ററിൽ വെച്ചാണ് കൂടുതൽ നല്ലത് എന്നുള്ള രീതിയിലാണ് പല കോടതികളും കണ്ടെത്തിയതെന്ന് ഞങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ജഡ്ജ്മെന്റ് ഹാജരാക്കിയതാണ്. പിന്നെ ഈ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം ഈ കുട്ടികൾക്ക് ഒരു പ്രാവശ്യം ഹൈക്കോടതി ജാമ്യം തള്ളിയതിനു ശേഷം വീണ്ടും റീകൺസിഡർ ചെയ്യാൻ ഒരു തരത്തിലും ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം പാടില്ലാത്ത ഒരു സംഭവമാണ് ഇന്ന് നടന്നിട്ടുള്ളത്. സാർ, ഒപ്പം തന്നെ അപ്പൊ ഷഹബാസിനും നീതി വേണ്ടേ? ഷഹബാസിന്റെ നീതിയാണല്ലോ ഇപ്പൊ ഇവിടെ നിഷേധിക്കപ്പെട്ടിരിക്കുന്നത്. അവനെ ആകെ എഴുതാൻ കഴിഞ്ഞ ഒരു എക്സാം, അതിൽ A+ നേടിയിരിക്കുകയാണ് ഷഹബാസ്. മറ്റേ പരീക്ഷകൾ എഴുതാൻ പറ്റിയില്ല, നമ്മെ വിട്ടുപോയിരിക്കുകയാണ്. ഇത്രത്തോളം ഇനി ജീവിക്കാനുള്ള ഒരു കുട്ടിയല്ലേ. ആ നീതിക്ക് അപ്പൊ കോടതിക്ക് എന്ത് പറയാനുണ്ട്? കോടതിയെ സംബന്ധിച്ചിടത്തോളം കോടതി നിയമം വ്യാഖ്യാനിക്കുന്ന രീതിയിലാണ് തീരുമാനത്തിലേക്ക് കോടതി എത്താറുള്ളത്. ഈ കുട്ടികൾ തെറ്റ് ചെയ്തു എന്ന് അവരുടെ പേരിൽ നിലവിൽ FIR ഉണ്ട്, പല തെളിവുകളും ഉണ്ട്. എന്നാൽ അവർ കുറ്റക്കാരാണോ അല്ലയോ എന്ന് തെളിയിക്കേണ്ടതായിട്ടുണ്ട്. അതുവരെ ഇവര് ചൈൽഡ് കോൺഫ്ലിക്ട് വിത്ത് ലോ, നിയമവുമായി സംഘർഷത്തിൽ ഏർപ്പെട്ട കുട്ടികൾ എന്നുള്ള രീതിയിൽ മാത്രമേ ആ കുട്ടികളെ നിയമം കാണുന്നുള്ളൂ. എന്നാൽ ഇത്തരം കുട്ടികൾ ഹീന കുറ്റമാണ് ചെയ്തത് എന്നത് വ്യക്തമായ തെളിവുകളും പോലീസ് റിപ്പോർട്ടും വീഡിയോ ഫുട്ടേജും എല്ലാം ഞങ്ങൾ ഹൈക്കോടതി ഹാജരാക്കിയതാണ്. അത്തരം കുട്ടികളെ പുറത്തേക്ക് വിടുന്നത് ശരിയല്ല എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ നിരീക്ഷിച്ചിട്ടുള്ള ജഡ്ജ്മെന്റ് ഉണ്ട്. അപ്പൊ ബഹുമാനപ്പെട്ട കോടതി എന്താണ് ഉദ്ദേശിച്ചത് എന്ന് ബെയിൽ ഓർഡർ ഞങ്ങളെ കൈ കിട്ടിയിട്ടില്ല. എന്താണ് കോടതിയുടെ നിരീക്ഷണം എന്നുള്ളത് വായിച്ചു നോക്കേണ്ടതുണ്ട്. ചെറുതിന് എന്തായാലും ഒരു അപ്പീൽ പോകുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും ഷഹബാസിന് നീതി കിട്ടുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട അപെക്സ് കോടതിയിൽ വരെ ഞങ്ങൾക്ക് പോകേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ കോടതി വിധിയിലൂടെ ഉണ്ടായിട്ടുള്ളത്.
ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.